Hi, hello, good evening. Welcome to 90 Plus India's first animated live tuition. Hello, guys. Yes, good evening, Elizabeth, Angelina, Nakshatra, Sriya, Fatima, Swahila. Today is my birthday. Happy birthday, Swahila. Happy birthday to you. Good evening. Yes. അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ടൈം ആണ് സാറിനെ കാണുന്നത്, ഇതുവരെ കണ്ടിട്ടില്ല. ജിഗ്നേഷ്, അയന, ഹായ്. എൽന, യസീൻ, ഹായ് യസീൻ. ആരോൺ, ഹായ് ആരോൺ. പിന്നെ താങ്ക് യു. ഓക്കെ ഫാത്തിമ, ബർത്ത്ഡേ അടിച്ചു പൊളിക്കുക കേട്ടാ. ഹലോ ശ്രീയ, ഹലോ. ആരാണ് സാർ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാര്? പേരൊന്ന് പറഞ്ഞ അവരുടെ. സയാൻ ആണോ എന്നെ ഫസ്റ്റ് ടൈം കാണുന്ന ആള്? പിന്നെ ആരാ? ധ്രുപദ് എന്നെ ഫസ്റ്റ് ടൈം ആണോ കാണുന്നല്ലോ? ധ്രുപദിനെ എനിക്ക് അറിയാലോ. അനാമിക, അതിദേവ്, ഏഞ്ചൽ, ഹിബ നമ്മുടെ ഫാത്തിമ സ്വാഹിലയ്ക്ക് പിറന്നാൾ വിശ്വസ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഹിബ ഹാപ്പി ബർത്ത്ഡേ സ്വാഹില എന്ന് എഴുതി അയച്ചിട്ടുണ്ട്. സാദിക, ഹായ് സാദിക. ആരാണ് സാറാ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് രാവിലെ തന്നെ? അല്ല, തുടങ്ങുമ്പോ തന്നെ. ആദിത്യൻ. നിന്നെയാ? ഞാനാ? ആണോ? നീ നോക്ക് ഏതായത്. മാത്സ് ആടാ, അതേ കാണുന്നില്ലേ നിനക്ക്? മനീഷ് VM മാത്സ് ടീച്ചറിനെ എഴുതി വെച്ചേക്കണത്. എന്തെന്ന്? ശരി. അടുത്ത ആൾ ആരാ സാർ? ഹംദാൻ, നല്ല പേര്. അയന, സാറിന്റെ വീട് എവിടെയാണ്? തൃശ്ശൂർ. പറഞ്ഞോ ഹംദാൻ. ഹായ് ഹംദാൻ, എന്റെ പേര് മനീഷ് എന്നാണ്. ഞാൻ മാത്സ് ആണ് എടുക്കണേ. പിന്നെ എവിടെയാണ് ഹംദാന്റെ വീടൊക്കെ? ഒന്ന് കമന്റ് ചെയ്തേ. ഐ ഫസ്റ്റ് ടൈം ഇൻ യുവർ ക്ലാസ്. ആര്? വേദലക്ഷ്മി. ഹായ് വേദലക്ഷ്മി. അൻവേദ്യ, ഗുഡ് ഈവനിങ്. യെസ്, ഗൂഗിൾ ഫോം പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. എപ്പോഴാ? ഇപ്പൊ പോകുന്നുണ്ടോ? ഇൻ ബിറ്റ്വീൻ പോകുന്നുണ്ട് അല്ലേ? ഞാൻ പറയാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ക്ലാസിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം കിട്ടും കേട്ടോ. ഒരു ഗൂഗിൾ ഫോം വെറുതെ. ആ ഗൂഗിൾ ഫോമില് മാത്സ് സാർ എടുക്കുന്ന മാത്സിന്റെ ചാപ്റ്റേഴ്സിന്റെ പേരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ സ്കൂളില് ആ ചാപ്റ്റർ എവിടെ വരെ എത്തി, അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആണ് ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ റൺ ചെയ്യുന്നത്? അല്ലെ സാർ, സ്കൂളിൽ റൺ ചെയ്യുന്നത് ഏതാണെന്നല്ലേ അറിയേണ്ടത്? സ്കൂളില് ഇപ്പൊ നിങ്ങളുടെ മാത്സ് ഏത് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നത് നിങ്ങൾ അടയാളപ്പെടുത്തണം. നിങ്ങൾ പറയണം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്ലാസിന്റെ ഇടയിൽ അത് വരും. അപ്പൊ എന്താ പറയേണ്ടത്? സാർ എന്താ പറഞ്ഞേ? നിങ്ങളുടെ ഗൂഗിൾ ഫോമില് നിങ്ങളുടെ സ്കൂളില് ടീച്ചർ ഏത് ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഏത് മാത്സിന്റെ ഏത് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഹൗ വാസ് യുവർ ഡേ സാർ? ക്വൈറ്റ് ഗുഡ് ഹിബ. പിന്നെ ബർസ, ഇന്ന് എക്സാം ഉണ്ട്. ഇന്നില്ല, പക്ഷെ അടുത്ത ആഴ്ച എക്സാം ഉണ്ട് കേട്ടോ. അടുത്ത ആഴ്ച എന്തുണ്ട്? എക്സാം ഉണ്ട് കേട്ടോ. അടുത്ത ആഴ്ച ഈ ചാപ്റ്റർ ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാ ചക്രകളും പഠിച്ചിട്ട് വരണം. ഷലീബ, ഹായ് ഷലീബ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്താലോ? എല്ലാരും നോട്ട്ബുക്ക് എടുത്തിട്ട് എനിക്കൊന്ന് കാണിച്ചു തന്നെ. നിങ്ങളുടെ നോട്ട്ബുക്ക് ഒന്ന് എടുത്ത് ഉയർത്തി കാണിച്ചു തന്നെ സാർ. നോക്കിയേ, എല്ലാവരുടെയും നോട്ട്ബുക്ക് ഉണ്ടോ നോക്കിയേ. ഉണ്ടോ? ഹോംവർക്ക് ചെയ്തു. വെരി ഗുഡ്. ഹോംവർക്ക് ചെയ്തില്ല എല്ലാരും? ആ ഹോംവർക്ക് ഒന്ന് കാണിച്ചു തന്നെ. എല്ലാരും ഒന്ന് പൊക്കി പിടിച്ച് കാണിച്ചു തന്നെ ഹോംവർക്ക്. സാർ, എല്ലാരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കിയേ. ചെയ്തിട്ടുണ്ട്. പിന്നെയാ? എല്ലാരും ചെയ്തു. ചിലരൊന്നും ചെയ്തിട്ടില്ല. അത് ആരൊക്കെയാണ് ആ ചിലര്? ദിയ എസ് ചെയ്തിട്ടില്ലേ? ഒന്ന് വിളിച്ച ദിയനെ. എന്താ ദിയ ചെയ്യാഞ്ഞത്? ഫസ്റ്റ് ക്ലാസ്സിലുള്ള ആൾക്കാര് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ ഹാൻഡ് റൈസ് ചെയ്യാഞ്ഞേ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ ദിയ, എന്റെ പേര് മനീഷ് എന്നാണ് കേട്ടോ. മനീഷ് എന്നാണ്. ഞാനാണ് മാത്സ് എടുക്കുന്നത്. ഇത് നമ്മുടെ നമ്പർ വേൾഡ് എന്നുള്ള 2ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ റെക്കോർഡ് ക്ലാസ്സിന്റെ ലിങ്ക് മേടിച്ച് കാണണം കേട്ടോ.
നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ ഇന്ന് അവസാനിക്കുകയാണ്. സോ ആ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ലിങ്ക്, എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നതൊക്കെ എന്ത് വേണം, ലിങ്ക് മേടിച്ച് കാണണം കേട്ടോ. അപ്പൊ എല്ലാരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. വെരി ഗുഡ്, നല്ല കുട്ടികളായിട്ട് എല്ലാരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗുഡ്. സാറ് കണ്ടിട്ടുണ്ട്, സാറ് കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും പറയാനുള്ളവരൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ കേട്ടാ. അതാരാ സാർ അത്? മൂന്നാമത്തെ ആള് ശിവതീർത്തേ. ഹലോ ശിവതീർത്ത് പറഞ്ഞോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് കേട്ടോ. എന്താ മൈക്ക് ചെക്ക് ചെയ്തതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സൗണ്ട് പക്ഷെ കുറവാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുന്നാലേ കേൾക്കുന്നുള്ളൂ, സൗണ്ട് കുറവുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ, ക്വസ്റ്റ്യൻ നോക്കി എല്ലാരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. വേഗം ചട്ടപ്പട്ടേന്ന് എഴുതിയെടുത്തോ ക്വസ്റ്റ്യൻ. ഇതെന്തായി? എല്ലാരും ഹാൻഡ് ഡൗൺ ചെയ്തേ. ഹോംവർക്കിന്റെ കാര്യം പറയാനല്ലേ, ഹാൻഡ് ഡൗൺ ചെയ്തോ. ഹോംവർക്ക് നിങ്ങൾ ചെയ്തു, സമ്മതിച്ചു, ഹാൻഡ് ഡൗൺ ചെയ്തോളൂ കേട്ടാ, നല്ല കുട്ടികളായിട്ട്. ഓക്കെ, അത് വേണ്ടായിരുന്നു സാർ. അപ്പോ how many 4-digit numbers can be made using all the digits 1, 2, 3, 4? 1, 2, 3, 4 എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ച്, എന്നീ നമ്പേഴ്സ് ഉപയോഗിച്ച് എത്ര 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ പഠിച്ചതാണ്. അയന ക്ലാസ്സിൽ ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. നമ്മൾ 4 നമ്പേഴ്സ് ഉപയോഗിച്ച് എത്ര 4-digit നമ്പർ ഉണ്ടാക്കാൻ പറ്റുന്ന? നമുക്ക് എത്ര കള്ളിയുണ്ട്? 4 കള്ളിയുണ്ട്. നമ്മൾ പഠിച്ചതാണ് 4 കള്ളി. 1, 2, 3, 4 നമുക്ക് ഇവിടെ എഴുതാം, ഏത് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇവിടെ എത്ര നമ്പർ എഴുതാം? 4 നമ്പർ ഫസ്റ്റ് പ്ലേസിൽ എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. ഇത് A ക്വസ്റ്റ്യൻ, ഇത് B ക്വസ്റ്റ്യൻ. ഇനി നോക്കിയേ, 1 ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്ത് 1 എഴുതാൻ പറ്റില്ല. അവിടെ ഏതൊക്കെ എഴുതാൻ പറ്റുള്ളൂ? 2, 3, 4 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 2, 3, 4 എഴുതാന്ന് പറഞ്ഞ എത്രയാണ്? ഇവിടെ 3 നമ്പർ ആണ് രണ്ടാമത്തെ പ്ലേസിൽ എഴുതാൻ പറ്റുക. 3 നമ്പർ ആണ് രണ്ടാമത്തെ പ്ലേസിൽ എഴുതാൻ പറ്റുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ഇത് 2ഉം ഇപ്പുറത്തും എഴുതാൻ പറ്റുമോ? പറ്റില്ല. അവിടെ ഏതൊക്കെ പറ്റുള്ളൂ? 3ഉം 4ഉം ആണ് ഇപ്പുറത്ത് എഴുതാൻ പറ്റുള്ളൂ. എത്ര നമ്പറാ? 2 നമ്പർ. അത് കഴിഞ്ഞ് ഇവിടെ ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്ത് അത് എഴുതാൻ പാടില്ല, വേറെ തന്നെ എഴുതണം. അപ്പൊ എത്ര നമ്പറാ? 1 നമ്പർ. എന്നിട്ട് എന്താ സാറ് പറഞ്ഞേക്കണേ? മോളിൽ കാണുന്ന എല്ലാത്തിനെയും ഇൻറ്റു ചെയ്യണം അല്ലേ. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ചെയ്താലാണ് ഉത്തരം കിട്ടുക. 4 ഇൻറ്റു 3 എത്രയാണ്? 12 ആണ്. 4 ഇൻറ്റു 3 12 ആണ്. 12 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലോ 12 ഇൻറ്റു 2 എത്രയാണ്? 12 ഇൻറ്റു 2 എന്ന് പറയുന്നത് 24 ആണ്. 24 ഇൻറ്റു 1 എത്ര കിട്ടി? 24. ആൻസർ എത്രയാണ്? 24. അപ്പൊ എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റുന്ന പറയുന്നത്? 24 നമ്പർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ചെയ്യുന്ന സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇതിന് തെറ്റിക്കരുത് കേട്ടാ. 4 നമ്പർ തരും, 4 ഡിജിറ്റ് ആണ്. അപ്പൊ അത് ഇവിടെ എഴുതുക. സിമ്പിൾ ആയിട്ട് കള്ളി വരച്ചു കഴിഞ്ഞാൽ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ്? 24 നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലെ. എത്ര നമ്പറാ? 24 നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ നമ്പേഴ്സിന്റെ ഒക്കെ സമ്മ് കാണണം. നല്ല എളുപ്പല്ലേ? 24 4 ഡിജിറ്റ് നമ്പർ ഇരുന്ന് കൂട്ടുക. നല്ല സുഖാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? അതിനൊരു എളുപ്പപ്പണിയുണ്ട്. നോക്കിയാലോ നമുക്ക്. ആദ്യം ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് ആ 24 നമ്പറുകൾ? ഇതൊക്കെയാണ് ആ 24 നമ്പറുകൾ. ഏതൊക്കെയാണ് ആ 24 നമ്പറുകൾ? അഭിനവേ ഹായ്. ഇതൊക്കെയാണ് ആ 24 നമ്പറുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാ നോക്കിയേ, കണ്ടോ? 24 നമ്പറില്ലേ മൊത്തം? 1, 2, 3, 4 വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള 24 നമ്പറുകളാണിത്. 24 നമ്പർ നോക്കിയേ, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഫസ്റ്റ് പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുക. എത്ര? 1, 2, 3, 4, 5, 6. 1 ഇട്ട് കൊടുത്തു. 1, 2, 3, 4. 1, 2, 4, 3. 1, 3, 2, 4. 1, 3, 4, 2. 1, 4, 2, 3. 1, 4, 3, 2. ഇതേപോലെ മാറ്റി മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. കിട്ടും. അങ്ങനെ ഈ 24 നമ്പർ നമ്മൾ എഴുതി. ഇനി ഇതൊക്കെ ഇരുന്ന് കൂട്ടാൻ പറ്റുമോ നമുക്ക്? എളുപ്പാണോ? ഇതൊക്കെ ഇരുന്ന് കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പാണോ?
സാർ ആ ഹിബേനെ ഒന്ന് വിളിച്ച് അലറുന്നുണ്ട് അവിടെ കിടന്നിട്ട്. ഹിബേ കേൾക്കുന്നില്ല. ഹിബ പറയുന്നത് സ്റ്റക്ക് ആയിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഹിബ പറയുന്നത് കേൾക്കണില്ല. ഹിബ പറയുന്നത് സ്റ്റക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. റേഞ്ച് ഇഷ്യൂ ഉണ്ട് ഹിബയ്ക്ക്, നല്ല റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ചെക്ക് ചെയ്യൂട്ടാ. ഹിബ പറയുന്നത് ഭയങ്കര ലോ ആയിട്ടാണ് കേൾക്കുന്നത്. ഈ നമ്പേഴ്സ് എഴുതിയെടുത്തോ എല്ലാരും? ഈ നമ്പേഴ്സ് എഴുതിയെടുത്തോ എല്ലാരും? ആ നമ്പേഴ്സ് എഴുതിയെടുത്തേ നോക്കട്ടെ. 24 നമ്പറുകൾ എഴുതിയെടുത്തോളൂ, വേഗം എഴുതിയെടുത്തോളൂ. സാർ ഓരോരുത്തരെ വിളിച്ചോളൂ. അൻവേദ്യ ഹലോ അൻവേദ്യ, എന്താ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നേ? വെരി ഗുഡ്. നിങ്ങൾ ഈ ഡൗട്ട് ഉള്ളവർ ഇരിക്കട്ടോ. നമ്മളിങ്ങനെ ഡൗട്ടിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. നമ്മൾ വിചാരിക്കും ഡൗട്ട് ചോദിക്കാനാ വിളിക്കണേന്ന്, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളോ പറയാ. അടുത്ത ആളാരാ സാർ? എല്ലാരും നമ്പേഴ്സ് എഴുതിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ സ്ലൈഡ് ചോദിച്ചാൽ ആരും വരണ്ട, ഞാൻ ഇഷ്ടം പോലെ സമയം തരുന്നുണ്ട്. പറഞ്ഞ എൽന. കോള് വന്നപ്പോ മനസ്സിലായില്ല എന്നല്ല, ശ്രദ്ധിച്ചില്ല എന്ന് പറ. അത് പറ. നമ്മള് 4 ഡിജിറ്റ് നമ്പർ 1, 2, 3, 4 വെച്ച് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അത് നമുക്കറിയാലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. 4 × 3 × 2 × 1 24 നമ്പേഴ്സ് കിട്ടി നമുക്ക്. ആ 24 നമ്പേഴ്സ് ആണിത്. ഓക്കെ, അത് എഴുതാൻ അറിയാലോ. ആദ്യം 1 ഇട്ട് കൊടുക്കുക. 1, 2, 3, 4 അതാണ് ആദ്യത്തെ 4 ഡിജിറ്റ്. പിന്നെ 1ഉം 2ഉം എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും 4, 3, 4 എന്നുള്ളത് 4, 3 ആക്കുക. അപ്പൊ ആ 1, 2 വെച്ചിട്ടുള്ളത് കഴിഞ്ഞു. അടുത്തത് 2നെ മാറ്റുക, 3 ഇടുക, പിന്നെ അതിന്റെ അപ്പുറത്തുള്ള 2 അങ്ങനെ 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 1ന്റെ പരിപാടി കഴിഞ്ഞു. അതേപോലെ തന്നെ 2 ചെയ്യുക. സിമ്പിൾ ആയിട്ട് ചെയ്തൂടെ അത്? ഹലോ ഇനി ഇതിന്റെ സമ്മ് കാണണം. ഈ 24 നമ്പർ ഒരുമിച്ച് കൂട്ടണം. അത് ഇരുന്ന് കൂട്ടാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണോ? അല്ല. അപ്പൊ അതിന്റെ ഒരു എളുപ്പപ്പണി ഉണ്ട്. അതാണ് ഇനി സാറ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടാ. യുവർ വോയിസ് ഇസ് നോട്ട് ഹിയറിംഗ്. ഹിബയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഇഷ്യൂ. ഹിബയുടെ നെറ്റ് ഭയങ്കര ലോ ആണ്. ഹിബ ഒന്ന് നെറ്റ്വർക്ക് ചെക്ക് ചെയ്യണം. ക്യാമറ ഒന്നും പ്രോപ്പർ ആയിട്ടല്ല ഇരിക്കുന്നത്, സ്റ്റക്ക് ആയിട്ടാണ്. ഹിബേനെ കാണണം കൂടി ഇല്ല ഞങ്ങൾക്ക് കേട്ടോ. ഓക്കെ, എഴുതിയെടുത്തോ? നമ്പർ എഴുതിയെടുത്തോ? എഴുതി കഴിഞ്ഞവരൊക്കെ എനിക്കൊരു തീ ഇമോജി കമന്റ് ചെയ്തേ നോക്കട്ടെ ഞാൻ. ആരുടെ എഴുതി കഴിഞ്ഞില്ലേ? ഫയർ ഇമോജി കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എവിടെ ഫയർ ഇമോജി? മിനിഹയുടെ കഴിഞ്ഞു, ലിസ്ബത്തിന്റെ കഴിഞ്ഞു, അനാമികയുടെ കഴിഞ്ഞു, ശ്രീയയുടെ കഴിഞ്ഞു. വേഗം എഴുതിയെടുത്തോ. നമ്മുടെ 24 നമ്പറുകളാണ് ഈ കാണുന്നത്. പിന്നെ ആരുടെ? ഷെറിൻ കഴിഞ്ഞു, എയ്ബൽ കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, വേഗം എഴുതിയെടുത്ത എല്ലാവരും. നോട്ട് ചെക്ക് ചെയ്യുമ്പോ കാണണട്ടാ. പിന്നെ അടുത്ത ആഴ്ചയല്ല, അടുത്ത ക്ലാസ്സിൽ ഈ ശനിയാഴ്ച നമുക്കൊരു ക്ലാസ്സും കൂടി വരുന്നില്ലേ? അന്ന് ഈ ചാപ്റ്ററിന്റെ ചാപ്റ്റർ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നല്ല കുട്ടികളായിട്ട് പഠിച്ചിട്ട് വരിക. ഡൺ? സെറ്റ് അല്ലേ? ഡൺ അല്ലേ? അപ്പൊ ഒന്ന് കാണിക്കാവളന്ന് ഡണ്ണെന്ന്. എന്താണ് അത് സ്നേഹമില്ലാത്ത. ഓക്കെ 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 ഓക്കെ, ലിസ്ബത്ത് പറയുന്നുണ്ട്. ഹൈറൈൻ ഹായ് ഹൈറൈൻ, അജ്മി, വേദലക്ഷ്മി, യെസ് യെസ് യെസ്. എഴുതി കഴിഞ്ഞാ എഴുതിക്കോളൂ കേട്ടാ, എഴുതിക്കോളൂ. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം ഇരുന്ന് കൂട്ടണം. ഇതൊക്കെ കൂടി എങ്ങനെയായിരുന്നു കൂട്ടുക? എളുപ്പപ്പണിയാണോ അത്? എളുപ്പപ്പണിയാണോ? പക്ഷെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് കൂട്ടാനുള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. സാർ നമ്മുടെ മൂന്നാമതിരിക്കുന്നവനെ വിളിച്ച എന്റെ പേര് ഞാൻ മറന്നു. പിന്നെയും മുഹമ്മദ് സിനാൻ. പിന്നെ ഏതാ എഴുതണ്ടേ? എഴുതി തുടങ്ങിയില്ലേ അപ്പൊ എത്ര നേരായിട്ട്? എഴുതിക്കോ.
നല്ലൊരു ചോദ്യം തന്നെ അവൻ വന്ന് ചോദിക്കുകയാണ്, ഇതാണോ എഴുതേണ്ടത്. ഓക്കെ, ആ ഹിബയുടെ നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഹിബയുടെ എന്താ പറയാ വോയിസ് ഒന്നും എനിക്ക് കേൾക്കണില്ല, ഹിബ പറയുന്നതും കേൾക്കണില്ല എനിക്ക് കേട്ടാ. ഇപ്പൊ കറക്റ്റ് ആയോ ഹിബയുടെ? ഹിബയല്ലേ ഫസ്റ്റ് ഇരിക്കുന്നത്? അല്ല അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ സമ്മ് കാണാം. എല്ലാരും എന്താ ചെയ്യാ? ഇരുന്ന് കൂട്ടോ. 24 നമ്പർ 1234 പ്ലസ് 2134 എന്നുകൊണ്ട് കൂട്ടാൻ പോവാ നിങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട്. അങ്ങനെയൊന്നും കൂട്ടണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, എത്ര 1000 ഇവിടെ 1000 എത്ര എണ്ണം ഉണ്ട് നോക്കിയേ. എത്ര 1000 ഉണ്ട് ഇവിടെ? എത്ര 1000 ഉണ്ട്? 1000ന്റെ സ്ഥാനത്ത് ഒന്നുള്ള എത്ര എണ്ണം ഉണ്ട്? വെറുതെ ഇരുന്നുണ്ട്. 1000 എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ 6 വട്ടം 1000ലുണ്ട് ഇല്ലേ? 6 വട്ടം 1000ലുണ്ട്. 6 വട്ടം 1000ലുണ്ട്. ക്ലിയർ ആയില്ല? 1 × 6 × 1000 എത്രയാണ്? 1 × 6 × 1000 എത്രയാ? 6 കഴിഞ്ഞ് എത്ര 0 ഇട്ടാ മതി? 3 0 ഇട്ടാ പോരെ? 6000. കിട്ടിയാ? ഇനി 2000ന്റെ അവിടെ എത്ര വട്ടുണ്ട്? 2000ന്റെ അവിടെ എത്ര വട്ടുണ്ട്? എണ്ണി നോക്കിയേ. 2000 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? അതും എത്ര തന്നെയാ? 6 വട്ടം തന്നെയല്ലേ? 6 വട്ടം തന്നെയല്ലേ അതും വരുന്നേ? 2 × 6 × 1000 തന്നെയല്ലേ വന്നത്? അല്ലേ? 2 × 6 × 1000 തന്നെയല്ലേ വന്നത്? അതെത്രയാ? 2 × 6 × 1000 എത്രയാ? 2 × 6 എത്രയാ? 12 ആണ് അല്ലെ? 2 × 6 12. 12ന്റെ കൂടെ 3 0 ഇട്ടാ പോരെ? 12ന്റെ കൂടെ 3 0 ഇട്ടാ പോരെ? 12,000 കിട്ടി. 12,000 കിട്ടിയാ? മനസ്സിലാവണില്ലേ? നമ്മൾ ആയിരങ്ങളിനെ മാത്രമേ നോക്കണുള്ളൂ കേട്ടോ. അപ്പൊ 1000കളെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് 3 എടുത്തു. 3000 എത്ര എണ്ണം ഉണ്ട്? എത്ര 3000കൾ ഉണ്ട്? 3 വരുന്നത് എത്ര എണ്ണം ഉണ്ട്? വെരി ഗുഡ്, എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട് മക്കൾ. പൊളി. 3 × 3 3 6 വട്ടം 1000ലുണ്ട്. അപ്പൊ എത്ര കിട്ടി? 3 × 6 എത്രയാ? 18 ആണല്ലേ? 18 ആണ്. അപ്പൊ മൊത്തം 18,000 കിട്ടി. 18,000 കിട്ടിയില്ലേ? അടുത്തത്. അപ്പൊ നമുക്കിപ്പോ 6000 കിട്ടി, 12000 കിട്ടി, 18000 കിട്ടി. അടുത്തത് എത്രയായിരിക്കും? 4 × 6 × 1000 അല്ലേ അടുത്തത്? 4000ന്റെ അവിടെ എത്ര വട്ടുണ്ട്? 4000ന്റെ അവിടെ എത്ര വട്ടുണ്ട്? 6 വട്ടുണ്ട്. അപ്പൊ 4 × 6 × 1000 എത്ര കിട്ടി? 24,000 ആണ് അല്ലെ? 24,000 കിട്ടി. 24,000 കിട്ടി. ഓക്കെ, കിട്ടിയാ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? യെസ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? നോക്കിയേ. 6 കോമൺ ആയിട്ടുള്ളതാണ് അല്ലെ? 6 വിരല് കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ? എല്ലാവരിലും എന്തുണ്ട്? 6 ഉണ്ട്. എല്ലാവരുടെയിലും 6 ഉണ്ട്. എല്ലാ 4 എണ്ണത്തിലും 6 വട്ടം തന്നെയല്ലേ വരുന്നേ? 6 വട്ടല്ലേ? 1 2 3 4 6 വട്ടല്ലേ വരുന്നത്? അപ്പൊ 6 നമ്മൾ പുറത്തേക്ക് എടുത്തു. ആരൊക്കെ ഉണ്ട് പിന്നുള്ളില്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 1 2 3 4 ആണ് ഉള്ളിലുള്ളത്. 1 2 3 4 ആണ് ഉള്ളിലുള്ളത്. എത്ര വട്ടം? 1000. 1000ത്തിന്റെ ഭാഗത്താണ് ഇരിക്കുന്നത്. 1 + 2 + 3 + 4 എത്രയാ? 1 + 2 + 3 + 4 എത്രയാ? 1 + 2 + 3 + 4 എത്രയാണ്? കണക്ക് കൂട്ടിടാ വെറുതെ. 4 കഴിഞ്ഞ 1 2 3 പിന്നെ 1 2 പിന്നെ 1 എത്ര കിട്ടി? 10 കിട്ടിയില്ലേ? അപ്പൊ 6 × 10 × 1000. 6 × 10 × 1000 എത്രയാണ്? 6 കഴിഞ്ഞിട്ട് എത്ര 0 ഇട്ടാ മതി? 1 2 3 4. അപ്പൊ 1000ന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. മൊത്തം 1000 ഇപ്പൊ എത്രയുണ്ട്? 60,000 വരെ ഉണ്ട്. മൊത്തം 1000 ഇപ്പൊ എത്രയുണ്ട്? 60,000 വരെ ഉണ്ട്. അത് കിട്ടിയില്ലോ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഡൺ അല്ലേ? 60,000 കിട്ടിയില്ലേ? എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? സാർ ഓരോരുത്തരെ വിളിച്ചേ.
എല്ലാരും നമ്പേഴ്സും ഈ സാധനം എഴുതിയെടുത്തോ. ഞാൻ ഇന്ന് നോട്ട് ചെക്ക് ചെയ്തിട്ട് കണ്ടില്ലെങ്കിൽ പണിഷ്മെന്റുകൾ ഉണ്ട്. പറഞ്ഞോളൂ. അയന ഒന്നും മനസ്സിലായില്ല. നോക്കട്ടെ നോട്ട് എഴുതിയിട്ടുണ്ടോ സാർ? വെരി ഗുഡ് വെരി ഗുഡ്. നൈസ് നോട്ട് നൈസ് നോട്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ സമ്മാണ് കാണുന്നത് അല്ലേ? അതിനെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് എന്നെ നോക്ക്, എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടാ. അപ്പൊ നമ്മൾ ഇതിന്റെ സമ്മാണ് കാണുന്നത്. ഇത് മനസ്സിലാവാത്തവരാണോ ഈ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നവരൊക്കെ? ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറയുന്നത്. ഇനി റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിച്ചു വരരുത്. മനസ്സിലാവാത്തവർക്ക് സാർ ഒന്നും കൂടി പിന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി നോക്കിക്കോ. നമുക്ക് ഇത്രയും ഈ 24 നമ്പേഴ്സിന്റെ സമ്മ് എല്ലാം കൂടി ഇരുന്ന് കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പപ്പണിയാണ് എന്ത്? ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ 1000ന്റെ ഭാഗം മാത്രം കൂട്ടുക. ആദ്യം 1000ന്റെ ഭാഗം മാത്രം കൂട്ടുക. പിന്നെ അത് കഴിഞ്ഞ് 100ന്റെ ഭാഗം കൂട്ടുക. പിന്നെ അത് കഴിഞ്ഞ് 10ന്റെ ഭാഗം കൂട്ടുക. പിന്നെ അത് കഴിഞ്ഞ് 1ന്റെ ഭാഗം കൂട്ടുക. അതിനെ എവിടെ സാർ? അതിനെ എനിക്ക് കാണണം, പിൻ ചെയ്ത് വെച്ചു. അതിനൊക്കെ മനസ്സിലാവണില്ലേ? മനസ്സിലായില്ലേ? ആദ്യം എന്താ ചെയ്യണ്ടേ? 1000 കൂട്ടുക, പിന്നെ 100. എന്നെ നോക്ക്. ഇതെന്താണ് കയ്യില്? ഹലോ അയന, അയന പറയണ കേൾക്കുന്നുണ്ടോ? ഇതെന്താണ് കയ്യിൽ? എന്താണ്? സ്പീക്കർ ആണല്ലേ? ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് 1000ന്റെ ഭാഗം കൂട്ടണം, 100ന്റെ ഭാഗം കൂട്ടണം, പിന്നെയോ 10ന്റെ ഭാഗം കൂട്ടണം, 1ന്റെ ഭാഗം കൂട്ടണം. കിട്ടിയില്ലേ? അതൊക്കെ സെറ്റ് അല്ലേ? അപ്പൊ 1000ന്റെ ഭാഗം ആദ്യം കൂട്ടാം. എത്ര 1000 ഉണ്ട്? എത്ര ഉണ്ട് 1000? 6 1000 ഉണ്ട്. എത്ര 2000 ഉണ്ട്? എത്ര ഉണ്ട്? 6 അല്ലേ? ആ 6 തന്നെ. പിന്നെ അപ്പൊ 6 into 1 into 1000 അല്ലേ ഇവിടെ വരിക? ഇവിടെ എന്താ വരിക? 6 into 2 into 1000 അല്ലേ വരിക? ഇവിടെയോ? ഇവിടെ പറഞ്ഞേ എന്റെ കൂടെ പറഞ്ഞോ. 1000. ഇപ്പുറത്തോ? ഇപ്പുറത്തെ എത്ര വരിക? 3 ആണോ വരിക അവിടെ? ഇവിടെ ഏതാ 1000ന്റെ അവിടെ കിടക്കുന്നത്? ഏതാ അവിടെ? 4 into 1000 അല്ലേ? കിട്ടിയോ? മനസ്സിലാവണ്ടോ? ആ ഇതില് എല്ലായിടത്തും 6 ഉണ്ട്, എല്ലായിടത്തും 1000 ഉണ്ട് ഇല്ലേ? എല്ലായിടത്തും 6 ഉണ്ട്, എല്ലാ കള്ളിയിലും 6 ഉണ്ട്, എല്ലാ ഭാഗത്തും 1000 ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, 6നെയും 1000നെയും പുറത്തേക്ക് എടുത്തു. പിന്നെ ആരൊക്കെ ഉണ്ട്? 1 plus 2 plus 3 plus 4 ഇല്ലേ? ഇതൊക്കെ പ്ലസ് സമ്മല്ലേ കാണേണ്ടത് അല്ലേ? അപ്പൊ പുറത്ത് ആരിനെ എടുത്താ മതി? 1 plus 2 plus 3 plus 4നെ ഇങ്ങോട്ട് എടുത്താ മതി. കിട്ടിയോ? മനസ്സിലാവണ്ടോ? ഇപ്പൊ മനസ്സിലായോ? അയനോടാ ചോദിക്കണേ. 1 plus 2 plus 3 plus 4 എടുത്തു. അപ്പൊ എന്താ ചെയ്യാ? 6 into 1000 into 1 plus 2 plus 3 plus 4 എത്രയാ? 10 അല്ലേ? ആ അപ്പൊ എത്ര കിട്ടി? 60000 കിട്ടി. കിട്ടിയോ? 6 കഴിഞ്ഞ് 4 0 ഇട്ടാ പോരെ? 6 കഴിഞ്ഞ് 4 0. അപ്പൊ 1000 എല്ലാവർക്കും കിട്ടി. 1000 എല്ലാവർക്കും കിട്ടി. അടുത്തതിന് 100. അപ്പൊ 6000 ഇവിടെ കിടന്നോട്ടെ, 60000 ഇവിടെ കിടന്നോട്ടെ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോ എത്ര കിട്ടുകയെന്ന് പറഞ്ഞേ? 60000. നേരെ എഴുതി പോവാൻ നമുക്ക് 60000 കിട്ടി. അടുത്തത് ഇനി നമ്മൾ 1000ന്റെ കാര്യം കഴിഞ്ഞു. ഇനി നോക്കാൻ പോണത് 100ന്റെ കാര്യമാണ്. 100 100ന്റെ സ്ഥാനത്ത് എത്ര വട്ടം കിടക്കുന്നുണ്ട് നോക്കിയേ. ആദ്യം 1 100ന്റെ അവിടെ എത്ര വട്ടം കിടക്കുന്നുണ്ട്? ഇവിടെ 100ന്റെ അവിടെ അല്ലേ? മുകളിലത്തെ 2 എണ്ണം 100ന്റെ സ്ഥാനത്തല്ലേ 1 കിടക്കണത്. അപ്പൊ 1 2 പിന്നെ എവിടെയൊക്കെ ഉണ്ട്? 3 4 5 6 വട്ടല്ലേ കിടക്കുന്നത്? 6 വട്ടം 100ന്റെ ഭാഗത്തില്ലേ? ഇല്ലേ? അപ്പൊ എന്ത് ചെയ്താ മതി? 6 വട്ടം 1
100ന്റെ ഭാഗത്ത് 6 വട്ടം 1 100ന്റെ ഭാഗത്ത് 6 വട്ടം 1 100ന്റെ ഭാഗത്ത് പ്ലസ് എല്ലാം പ്ലസ് സമ്മാണ് കാണേണ്ടത്. 2 നോക്കിയേ, 2 എത്ര വട്ടം എടുക്കുന്നുണ്ട്? ഇവിടെ 100ന്റെ ഭാഗത്ത് 2 ഉണ്ട്, 1 2. പിന്നെ ഇവിടെ 1 2 3 4, പിന്നെ 5 6. രണ്ടും എത്ര വട്ടം ഉണ്ട്? 6 വട്ടം ഉണ്ട്. അപ്പൊ നോക്കിയേ, 6 വട്ടം 2 100ന്റെ ഭാഗത്ത്, 6 വട്ടം 2 100ന്റെ ഭാഗത്ത്. അടുത്തത് പിന്നെ പ്ലസ്, നമുക്ക് സമ്മാണ് വേണ്ടത്, എല്ലാത്തിന്റെയും കൂടുതൽ സമ്മാണ്, കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് 3 എത്ര വട്ടം കാണുന്നുണ്ട്? 3 നോക്കി, എണ്ണിയൊക്കെ 3 എത്ര വട്ടം ഉണ്ട് 100ന്റെ ഭാഗത്ത്? 100ന്റെ ഭാഗമാണ് നോക്കേണ്ടത് 3. 1 2 3 4, പിന്നെ എവിടെ 3 5 6. ഓക്കെ, കിട്ടിയാ? 6 വട്ടം 3 വരുന്നുണ്ട്. 6 വട്ടം 3 100ന്റെ ഭാഗത്ത്, 6 വട്ടം 3 100ന്റെ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ 4 എത്ര വട്ടം വരുന്നുണ്ട്? 4 എത്ര വട്ടം വരുന്നുണ്ട്? 4 എണ്ണി നോക്കിയേ, 100ന്റെ സ്ഥാനത്ത് 1 2 3 4 5 6, 6 വട്ടം തന്നെ. 6 വട്ടം 4 100ന്റെ ഭാഗത്ത്, 6 വട്ടം 4 100ന്റെ ഭാഗത്ത്. അത് നമുക്ക് ഇതേപോലെ ചെയ്തൂടെ? 6ഉം 100ഉം എല്ലായിടത്തും ഒരേപോലെയാണ് അല്ലെ? എല്ലാ കള്ളിയിലും എന്തുണ്ട്? 6ഉം ഉണ്ട് 100ഉം ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി ആരൊക്കെയുള്ളേ? 1 + 2 + 3 + 4. എത്ര കിട്ടി? 6 × 100 × 10. അപ്പൊ 6 കഴിഞ്ഞിട്ട് എത്ര ഇട്ടാ മതി? 3 0 ഇട്ടു. 6 കഴിഞ്ഞിട്ട് 3 0, 6000 കിട്ടി. 6000 കിട്ടി. കിട്ടിയാ? ക്ലിയർ ആയോ? പരിപാടി മനസ്സിലായോ? ഓൾ സെറ്റ് അല്ലേ? ഡൺ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ സാർ ഓരോരുത്തരെ വിളിച്ചേ, എഴുതിയെടുത്തേ, എല്ലാരും എഴുതിയെടുത്തേ. സയാൻ എന്താ ഡൗട്ടാ? 1000ന്റെ കാര്യം മനസ്സിലായോ? ഏകദേശം ഞാൻ 2 വട്ടം പറഞ്ഞില്ലേടാ, 2 വട്ടം ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് മനസ്സിലായില്ലേ? 100ന്റെ അത് തന്നെ, ഓരോന്നിന്റെയും 100 എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത്. 1 എത്ര വട്ടം എടുക്കുന്നുണ്ട് 100ന്റെ ഭാഗത്ത്? എണ്ണിയൊക്കെ നീ 6 വട്ടം എടുക്കണില്ലേ? 100ന്റെ ഭാഗം ഏതാ? 6 വട്ടം എടുക്കുന്നുണ്ട്. 6 വട്ടം 1 100ന്റെ ഭാഗത്ത് അല്ലേ? 2 എത്ര വട്ടം എടുക്കുന്നുണ്ട്? 6 വട്ടം തന്നെ 2ഉം എടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ 6 × 2 × 100. 3 6 വട്ടം തന്നെ, 6 × 3 × 100. 4 6 വട്ടം തന്നെ, 6 × 4 × 100. എന്നിട്ട് എന്ത് ചെയ്തു? 6ഉം 100ഉം എല്ലായിടത്തും ഒരേപോലെ ഇല്ലേ? 6ഉം 100ഉം എല്ലാ 4 കള്ളിയിലും 6ഉം 100ഉം ഒരേപോലെ അല്ലേ എടുക്കണേ? അപ്പൊ നമ്മൾ അതിനെ മാത്രം പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ള ആൾക്കാർ, ബാക്കി ആരൊക്കെ ഉണ്ട്? 1 + 2 + 3 + 4 അല്ലേ ബാക്കിയുള്ളൂ? 6ഉം 100ഉം പുറത്തേക്ക് എടുത്തു, ബാക്കി അവിടെ 1. 6ഉം 100ഉം പുറത്തേക്ക് എടുത്തു, ബാക്കി അവിടെ 2. 6ഉം 100ഉം പുറത്തേക്ക് എടുത്തു, ബാക്കി 3 അല്ലേ? അപ്പൊ അതൊക്കെ കൂടി കൂട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. അപ്പൊ മൊത്തം ഇൻഡു ചെയ്തു, അപ്പൊ എത്ര കിട്ടി? 6000 കിട്ടി. ഇപ്പൊ മനസ്സിലായ? പിന്നെ സാറേ, എനിക്ക് ആദ്യം കാണിച്ചിട്ടില്ലേ, ഞാൻ കുറെ നേരം കൊണ്ട് ഹാൻഡ് റൈസും കമന്റ് ഒക്കെ ചെയ്തായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? പിന്നെ ആദ്യം കാണിച്ചില്ലേ? വേറെ ഏതാ കാണിച്ചേ? ഫസ്റ്റ് ഇതാണ് ഫസ്റ്റത്തെ കണക്കിടാ, വേറെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. ഏത് 24ഓ? ഇതോ? ഇത് ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് എടുത്തതാ. എന്നിട്ട് മനസ്സിലായില്ലേ നിനക്ക്? എത്ര പ്രോബ്ലം ചെയ്തു ഞാൻ? 24. അല്ലേ? ഗുണിക്കറിയാണ്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു വന്നിരിക്കണവൻ. അടുത്ത ആളാണ് സർ. ഹംദാൻ പറഞ്ഞോളൂ. 60,000 കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായി? 60,000 കിട്ടിയത്
ആ അതേപോലെ തന്നെടാ, അതേപോലെ തന്നെ 100ന്റെ ഭാഗം നോക്കിയാ മതി. 1000 നോക്കി നോക്കി വന്നപ്പോഴല്ലേ അത്ര കിട്ടിയത്. നീ 100 നോക്ക്. ഒന്ന് എത്ര വട്ടം 100ന്റെ അവിടെ കിടക്കുന്നുണ്ട്? 6 വട്ടം അല്ലേ? മനസ്സിലായ? ഓരോന്ന് എണ്ണി നോക്കി നീ. ഇത് ഞാൻ എത്ര വട്ട പറയണേ? ഈശ്വര, അടുത്ത ആളാരാ? ഇതേ ഡൗട്ടാണ് എല്ലാവർക്കും. നിങ്ങളത് നോക്കിയാ മതി. 1 എത്ര വട്ടം 100ന്റെ സ്ഥാനത്ത് കിടക്കുന്നുണ്ട്? 2 എത്ര വട്ടം 100ന്റെ സ്ഥാനത്ത് കിടക്കുന്നുണ്ട്? പറഞ്ഞോ ആരാ സാർ ഇത്? മിറാഷ്. നിനക്ക് മനസ്സിലായ? അപ്പൊ നീ അവൾക്ക് പറഞ്ഞു കൊടുത്ത പ്രശ്നം തീരില്ലേ? അവന് മനസ്സിലായി, അവൾക്ക് മനസ്സിലായില്ലേ അത്ര. ഒന്നുമില്ല കുട്ടന്മാരെ. 1000 എത്ര വട്ടം കിടക്കുന്നുണ്ട്? എത്ര 1000 ഉണ്ട് ഒന്ന് വെച്ചിട്ടുള്ളത്? 6000 ഉണ്ട്. ഇപ്പൊ ശ്രദ്ധിക്കട്ടെ, പറഞ്ഞു തരുമ്പോ ശ്രദ്ധിക്ക് നിങ്ങളെ, കേട്ടോ? അങ്ങനെ 2 6 വട്ടം ഉണ്ട് 1000ന്റെ സ്ഥാനത്ത്. നോക്കി 6 വട്ടം കാണാല്ലേ? 2 ഇല്ലേ? അത്രയുള്ള പരിപാടി. ഇതേ 100ന്റെ സ്ഥാനത്ത് 1 എത്ര വട്ടം കിടക്കുന്നുണ്ട്? അടുത്തതും കൂടി ചെയ്യുമ്പോ മനസ്സിലാവും. അടുത്ത മൂന്നാം പറഞ്ഞോ. അതേ സാധനം തന്നെയത്. അതേ സാധനം അത്. വേണ്ട, ഞാൻ നിർബന്ധിക്കണില്ല. പഠിക്കണം എന്ന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി ട്ടാ. ആരും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, അടുത്തതിനി 100 കഴിഞ്ഞു, 1000 കഴിഞ്ഞു, 100 കഴിഞ്ഞു. അടുത്തത് ഏതാ? 100. 10 10 എത്ര വട്ടം ഓരോന്ന് വീതം എടുക്കുന്നുണ്ട്? എത്ര വട്ടം വീതം എടുക്കുന്നുണ്ട്? നോക്കിക്കേ. 1 10ന്റെ വഴി എത്ര പ്രാവശ്യം 10ന്റെ അവിടെ ഉണ്ട്? 1 എവിടെയാ? ദേ 1 വട്ടം, 2 വട്ടം, 3 വട്ടം, 4 വട്ടം, 5 വട്ടം, 6 വട്ടം. 6 വട്ടം. സാറാ നെയിം ടാഗ് ഒന്ന് റിമൂവ് ചെയ്യോ? 6 വട്ടം. 1 10ന്റെ അവിടെ. 6 × 1 × 10. അടുത്തത് 2 എത്ര വട്ടം ഉണ്ടാവും? 6 വട്ടം. 2 10ന്റെ അവിടെ. 6 വട്ടം 2 10ന്റെ അവിടെ. നോക്ക, എണ്ണി കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക്. ദേ നമ്മുടെ ഷെറിൻ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തത് 3 എത്ര വട്ടം ഉണ്ട്? 6 വട്ടം. 3 ഉണ്ട് 10ന്റെ സ്ഥാനത്ത്. 4 6 വട്ടം. 4 ഉണ്ട് 10ന്റെ സ്ഥാനത്ത്. അപ്പൊ മൊത്തം എത്ര ഉണ്ട്? 6ഉം 10ഉം പുറത്തെടുത്തു. 6ഉം 10ഉം പുറത്തെടുത്തു. ഞാൻ ഈ ഭാഗം മാച്ചിട്ട് 6ഉം 10ഉം ആക്കാൻ പോവാണ് കേട്ടാ. സിക്സും 10ഉം പുറത്തെടുത്തു. ബാക്കി ആരൊക്കെ ഉണ്ട്? 1 + 2 + 3 + 4. സെയിം പാറ്റേണാ, സെയിം കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6 × 10 × 10 എത്രയാണ്? 6 × 10 60. 6 കഴിഞ്ഞാൽ 2 0 ഇട്ടാ മതി. 600 കിട്ടി. 600 ഇവിടെ എഴുതുക. 600 ഇവിടെ എത്ര എഴുതുക? 600. അടുത്തത് ഇനി ഏതാവും? 1000 കഴിഞ്ഞു, 100 കഴിഞ്ഞു, 10 കഴിഞ്ഞു. അടുത്തത് ഇനി ഒറ്റ. അടുത്ത ഇനി 1 അല്ലേ? 6 × സാർ അവിടെ എഴുതാൻ പറ്റില്ല അല്ലേ? 6 × 1 × 1 + 6 × 2 × 1 6. എത്ര? 1ന്റെ ഭാഗത്ത് എത്ര വട്ടം ഉണ്ട്? അല്ല, 1 6 വട്ടം. 1 1ന്റെ ഭാഗത്ത്. 6 വട്ടം. 2 1ന്റെ ഭാഗത്ത്. 6 വട്ടം. 3 1ന്റെ ഭാഗത്ത്. 6 വട്ടം. 4 1ന്റെ ഭാഗത്ത്. അപ്പൊ എന്ത് ചെയ്താ മതി? 6 × 1 × 1 + 2 + 3 + 4. അപ്പൊ എത്ര കിട്ടി? 6 × 1 × 10 60 കിട്ടി. 60. ഇത് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ ആ പാറ്റേൺ മനസ്സിലാണല്ലേ? 60,000. 6 കഴിഞ്ഞ് 4 0, 6 കഴിഞ്ഞ് 3 0, 6 കഴിഞ്ഞ് 2 0, 6 കഴിഞ്ഞ് 1 0. ഇനി ഇതെല്ലാം കൂടി ഇരുന്ന് കൂട്ടിയാൽ മതി. ഇതെല്ലാം കൂടി കൂട്ടി എത്ര കിട്ടും നമുക്ക്? ഫുൾ ഇത് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എത്ര? 66,660. ഉത്തരം 66,660 ആണ് നമ്മുടെ ഉത്തരം. ആരാണ് അത് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ? ഗൗരിയാണ് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്തത്. കൺഗ്രാറ്റുലേഷൻസ് ഗൗരി, വെരി ഗുഡ്.
എഴുതിയെടുത്തോ, അതെല്ലാരും എഴുതിയെടുത്തോളൂ കേട്ടാ. സിമ്പിൾ കണക്കാണ്, വളരെ സിമ്പിൾ ആയി പോയി അല്ലേ? ഭയങ്കര സിമ്പിൾ കണക്ക് തന്നെ ഇത്. യെസ്, സാർ വിളിച്ചോളൂ. ഇനി ആരാണ് നിൽക്കുന്നത്? ശ്രീയ. ശ്രീയ, നോട്ട് നോക്കാട്ടാ, ഒന്ന് നോക്കിയോളൂ കേട്ടോ സാർ. ആ ഓക്കെ 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 കേട്ടോ. ഓക്കെ, അടുത്ത ആളിനെ സാർ നോട്ട് നോക്കുന്നുണ്ട്. മോള് കാണിച്ചു തന്നോട്ടാ. മോൾ അവിടുന്ന് പോവരുത്. മോളിനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്, കാണുന്നുണ്ട് ഞാൻ. അതാരാ സാർ? യസീൻ. ശ്രീയ നല്ല നോട്ടാണ് കേട്ടോ മോളെ. യസീൻ ഓക്കെ ഏട്ടാ, ഞാൻ പറയാം. അല്ലെങ്കിൽ ഒന്ന് റെക്കോർഡ് ക്ലാസ്സിന്റെ ലിങ്ക് മേടിച്ച് കാണുമോ? അല്ലെങ്കിൽ ഞാൻ പറയാം, ക്ലാസ് കഴിഞ്ഞ് നിന്നാലും മതി കേട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ആളാരാ സാർ? ശലീബ. ശലീബ, ഹലോ ശലീബ. ശലീബ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ആ വേഗം പറയൂ. ഒന്ന് മുതൽ 10 വരെ എത്ര ഉള്ളതെന്ന് നോക്കി ചെയ്തിട്ട് വരാൻ പറഞ്ഞല്ലോ. 1 മുതല് 1 മുതൽ 10 വരെ ഉള്ളത്. ആ എന്ത്? 1 മുതൽ 10 വരെയുള്ള എന്ത്? മോള് പറയുന്നത് എനിക്ക് കേൾക്കാണ്ട് പറഞ്ഞോ. മോളെ ഡൗട്ട് ഒന്ന് പറഞ്ഞോളൂട്ടാ. എന്താ ഈ എടുത്ത കണക്ക് മനസ്സിലായോ? ആ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കണക്ക് നോക്കാം. ആ ഹോംവർക്ക് അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ അത് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കണക്ക് നോക്കിയാലോ. ഇത് വളരെ സിമ്പിൾ കണക്ക്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന കണക്കാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. അമ്മു ആൻഡ് അയേഷ 2 കൂട്ടുകാരികളാണ്. ആരൊക്കെയാണ്? അമ്മു ഉണ്ട്, അയേഷ ഉണ്ട്. 2 പേരാണുള്ളത്. അമ്മു ഉണ്ട്, അയേഷ ഉണ്ട്, 2 പേരുണ്ട്. ഓക്കെ, ഈ 2 പേരും കൂടിയിട്ട് കുറെ ബലൂണിൽ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. റിട്ടൺ ഓൺ ഡെക്കറേറ്റഡ് ബലൂൺസ് ഇൻ ക്ലാസ്. Both made the largest 6-digit number and the smallest 6-digit number without repeating these digits. ആ ബലൂണിൽ കാണുന്ന നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ അവര് ഏറ്റവും വലിയ 6-digit നമ്പർ ഉണ്ടാക്കി, ഏറ്റവും ചെറിയ 6-digit നമ്പർ ഉണ്ടാക്കി. ചോദ്യം നോക്കിക്കോ. റൈറ്റ് ദ ലാർജസ്റ്റ് 6-digit നമ്പർ. ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള നമ്പർ? 3, 0, 5, 8, 7, 6. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ്. നോക്കിയ ബലൂണിലുള്ള നമ്പറുകൾ അത്രയല്ലേ? അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ലാർജസ്റ്റ് 6-digit നമ്പർ ഏതാ? ലാർജസ്റ്റ്, ഏറ്റവും വലുതാണ് ആദ്യം എഴുതേണ്ടത് അല്ലെ? ഏറ്റവും വലിയ നമ്പർ, ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ. സിമ്പിൾ അല്ലേ? ഏറ്റവും വലിയ നമ്പർ ഏതായിരിക്കും? ഏറ്റവും വലിയ നമ്പർ എഴുതണമെങ്കിൽ ഏറ്റവും മുമ്പിലെ ഏറ്റവും വലുത് 8. 8 അല്ലേ ആദ്യം എഴുതേണ്ടത്? ആദ്യം എഴുതേണ്ടത് 8. എന്നിട്ട് ആ ഓർഡർ പിടിച്ച് വന്നാൽ മതി. 8 കഴിഞ്ഞാൽ അതിനേക്കാൾ തൊട്ട് താഴെ 7. പിന്നെ അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ 6 ഉണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ 5. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ 3. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ 0. ഇതല്ലേ ലാർജസ്റ്റ് 6-digit നമ്പർ? ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ലാർജസ്റ്റ് 6-digit നമ്പർ ഇതല്ലേ? 87, 65, 30 അല്ലേ? അപ്പൊ അത് കിട്ടി. ലാർജസ്റ്റ് 6-digit നമ്പർ നമ്മൾ ഉണ്ടാക്കി. അടുത്തത് സ്മോളസ്റ്റ്. റൈറ്റ് ദ സ്മോളസ്റ്റ് 6-digit നമ്പർ. ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ 6-digit നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് തെറ്റി. അത് നമ്മൾ വിചാരിക്കും നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് എഴുതാന്ന്. ഏറ്റവും ചെറുത് ആദ്യം, പിന്നെ അതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇവിടെ 0 മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് നടക്കുവോ? അത് പിന്നെ 6-digit അല്ല, അത് 5-digit നമ്പർ ആയി. 0 വന്നാൽ കൂട്ടുവോ? നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഏറ്റവും മുമ്പിൽ 0 വന്നു കഴിഞ്ഞാൽ അത് കൂട്ടില്ല. ഏറ്റവും മുമ്പിലെ 0 വന്നു കഴിഞ്ഞാൽ അത് കൂട്ടാൻ പാടില്ല. കാരണം അത് 5-digit നമ്പർ ആണ്. 35, 67, 8, 5 നമ്പർ മാത്രമായി.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 0-നെ തൊട്ടിപ്പുറത്തോട്ട് മാറ്റുക. രണ്ടാമതിടാൻ ആരുടെയും സൗകര്യം വേണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഇതേ ഓർഡർ 3, 5, 6, 7, 8 ഒന്നും ചെയ്തിട്ടില്ല. മറ്റേത് നേരെ തിരിച്ചെഴുതാൻ നമുക്ക് പറ്റില്ല, കാരണം 0 അവിടെ ഉള്ളതുകൊണ്ട്. പക്ഷെ നമുക്കൊരു പരിപാടി ചെയ്യാം. എന്ത്? 0-നെ രണ്ടാമതിട്ടിട്ട് ബാക്കിയുള്ളത് അതേപോലെ മറ്റേ ബാക്കിയുള്ളത് സെയിം 3. ഏറ്റവും ചെറുത് ഏതാ? 0 കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിനേക്കാൾ തൊട്ട് മുകളിലുള്ളത് 3 അപ്പൊ 3-നെ നമ്മൾ ഫസ്റ്റ് എഴുതി, 0-നെ രണ്ടാമത് എഴുതി, എന്നിട്ട് അതിനേക്കാൾ വലുത് 5, 6, 7, 8. ഇനി ഇതിന്റെ സം ആൻഡ് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സമ്മും ഡിഫറൻസും ആണ്. അത് ഹോംവർക്ക് കേട്ടാ. ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും? ഏത്? ഈ ലാർജസ്റ്റ് 6 ഡിജിറ്റും സ്മോളസ്റ്റ് 6 ഡിജിറ്റും. ഇത് ഹോംവർക്ക് ആണ്. ഇത് ഹോംവർക്ക്. ലാർജസ്റ്റ് 6 ഡിജിറ്റും സ്മോളസ്റ്റ് 6 ഡിജിറ്റും ഹോംവർക്ക് ആണ്. അത് ഹോംവർക്ക് കേട്ടാ. അത് ഹോംവർക്ക് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനും ഹോംവർക്ക്. റൈറ്റ് ദ ലാർജസ്റ്റ് നമ്പർ യു ഫൗണ്ട് ഇൻ ലെറ്റേഴ്സ്. ലെറ്റേഴ്സിൽ എഴുതാൻ നമ്മൾ പഠിച്ചതാ 3 lakh. നമ്മൾ പഠിച്ചതല്ലേ. നമ്പറിന്റെ പേര് എഴുതാൻ. അപ്പൊ അതെ, സ്മോളസ്റ്റ് നമ്പറിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. എത്രയാണ്? 1, 10, 100, 1000, 10,000, lakh. ഇതാണ് നമ്മുടെ ഓർഡർ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 3 lakh. പിന്നെ 10,000 അവിടെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ട് 1000 ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് പിടിക്കണം. അപ്പൊ അവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ, 5,000. 3 lakh 5,678. അതാണ് എന്ത്? സ്മോളസ്റ്റിന്റെ എഴുത്ത്. നമ്മൾ അവിടെ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും വലുതിന്റെ ഇതിന്റെ പേര് എഴുതാനാ, ഇതിന്റെ ലെറ്ററിൽ എഴുതാൻ. അപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യില്ലേ? ഇത് 2 ഹോംവർക്ക് ആയിട്ട്. സിമ്പിൾ സാധനമാണ്. സമ്മും ഡിഫറൻസും കാണണട്ടാ. കൂട്ടുക മാത്രം ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യണം. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും സമ്മ് ചെയ്യണം. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും കുറയ്ക്കുകയും വേണം. കിട്ടിയാ? ക്ലിയർ അല്ലേ? എന്താണ് INRBS, വാട്ട് ഈസ് ദിസ് എന്നൊക്കെ ചോദിച്ചാൽ ആദ്യമായിട്ട് കാണുന്ന പോലെ. ഇതൊക്കെ നമ്മൾ എത്രയോ വട്ടം പഠിച്ചതാണ്. ഹോംവർക്ക് എന്താ? അത് രണ്ടും കൂട്ടാൻ, പിന്നെ അത് രണ്ടും കുറയ്ക്കാൻ. പിന്നെ എന്താണ്? ആ ലാർജസ്റ്റ് നമ്പർ ലെറ്റേഴ്സിൽ എഴുതുക. അപ്പൊ അതെ, ഞാൻ സ്മോളസ്റ്റ് നമ്പർ ലെറ്ററിൽ എഴുതിയില്ലേ, അതേപോലെ ആ ലാർജസ്റ്റ് നമ്പർ ലെറ്ററിൽ എഴുതാൻ. വളരെ സിമ്പിൾ ഹോംവർക്കാണ്. ഇതിനാണോ വാട്ട് ഈസ് ദിസ് എന്തോ ഒരു മറ്റേ കാണാൻ വയ്യ ആണോ? ഓക്കെ കേട്ടാ, ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടാ. മോളും മോളുടെ നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഹോംവർക്ക് എഴുതിയെടുത്ത എല്ലാവരും വേഗം എഴുതിയെടുത്തേ. ഹോംവർക്കുകൾ വേഗം എഴുതിയെടുത്തേ. എഴുതി കഴിഞ്ഞവരൊരു ഫയർ ഇമോജി കമന്റ് ഇട്ടേ. ഹോംവർക്ക് ഞാൻ എഴുതി കഴിഞ്ഞു എന്നുള്ള ഒരു ഫയർ ഇമോജി കമന്റ് ഇട്ടേ. സഞ്ജന, ശ്രീയ, അനാമിക, ഹൈറൻ ഇവരൊക്കെ എഴുതി കഴിഞ്ഞു അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഒന്ന് വിളിച്ചേ സാർ. വേദാത്മിക, ആ ഉണ്ട് കേട്ടോ, ഉണ്ട്. അടുത്ത ആളാരെ സാർ? ആണോ? നോക്കട്ടെ കേട്ടോ, ഞാൻ നോക്കട്ടെ. അപ്പൊ നമ്മുടെ പോള് വന്നിട്ടുണ്ട്. എല്ലാരും പോളൊക്കെ ഒന്ന് കുത്തുക കേട്ടോ. അടുത്തതാരെ സാർ? ഫലൂല. ഫലൂല, ഡയറക്റ്റ് മെസ്സേജ് എന്നാണല്ലേ കാണിക്കുന്നത്. അത് ഞാൻ ശരിയാക്കിയത്. ആ സാർ നമുക്ക് ശരിയാക്കാൻ പറ്റുമോ? കറക്റ്റ് ആണല്ലോ. മോൾ എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോ കമന്റ് ചെയ്തേ. കമന്റാ ചെയ്യേണ്ടത് കേട്ടാ. ക്ലാസ് റൂം സെലക്ട് ചെയ്തിട്ടാണ് കമന്റ് ചെയ്യേണ്ടത് കേട്ടോ മോളെ. ഹലോ, ആ ഇനി മോള് കമന്റ് ചെയ്തേ. മോളൊന്ന് കമന്റ് ചെയ്തേ. ദേ നമ്മുടെ ഗൂഗിൾ ഷീറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും ആ ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്യണം. സാറ് പറഞ്ഞ പോലെ എന്താ പറയാ,
നിങ്ങളുടെ സ്കൂളിലെ മാത്സ് ഏത് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടാ. എല്ലാവരും നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. നിങ്ങളുടെ സ്കൂളില് ഞാൻ എടുക്കുന്നതല്ല, സാർ എടുക്കുന്നതല്ല, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ഏതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ആളെ വിളിച്ചേ സാർ. ആരോമലേ? ആ മുന്നിലത്തെ ആ ആ 1000 ചെയ്ത അതേപോലെയാണ് 100 ചെയ്യണ്ടേ. 1000ന്റെ അവിടെ 100 ഇട്ടാ മതി, ബാക്കി ഒക്കെ സെയിമാ. 100ന്റെ അവിടെ 10 ഇട്ടാ മതി, ഒക്കെ സെയിമാ. 10ന്റെ അവിടെ 1 ഇട്ടാ മതി, ഒക്കെ സെയിമാ. നീ ക്ലാസ് കഴിഞ്ഞിരിക്കും. നീ ആ റെക്കോർഡഡ് ക്ലാസ്സിന്റെ ലിങ്ക് മേടിച്ച് കാണാൻ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ ക്ലാസ്സിലും നീ ഉണ്ടായിരുന്നു, പക്ഷെ നീ ഏതോ ഒരു ക്ലാസ്സിൽ നിന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇല്ലേ? ആ, അപ്പൊ വേറെ ആളാവും. ഓക്കേടാ, ഓക്കെ മറന്നു. ഓക്കെ, ഓൾ സെറ്റ്. എഴുതിയെടുത്തില്ല എല്ലാവരും? ഫയർ ഇമോജി കഴിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. There are some numbers which read the same when the digits are put in the reverse order. റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോ ഒരേപോലെ വരുന്ന ചില വാക്കുകളുണ്ട്. ഉദാഹരണത്തിന് 46,764. 46,764 ഇങ്ങനെ എഴുതിയാലും അത് അവിടെ നിന്ന് ബാക്കിലോട്ട് എഴുതിയാലും ഒരേപോലെയല്ലേ? 46,764 തന്നെയല്ലേ ഇങ്ങനെ എഴുതിയാലും വരിക? ബാക്കിൽ നിന്ന് വന്നാലും സെയിം അല്ലേ? അതിന് നമ്മൾ പറയുന്നത് പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നാണ്. ഇപ്പൊ 1001, 1221 എന്നൊക്കെ പറയുന്നത് പാലിൻഡ്രോമിക് നമ്പേഴ്സ് ആണ്. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിൻഡ്രോംസ്? ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ വായിച്ചാലും ഒരേപോലെയുള്ള എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും? എണ്ണിയൊക്കെ 11, 22, 33, 44. 2 ഡിജിറ്റ്സ് ആണ്, 2 ഡിജിറ്റ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. 55, 66, 77, 88, 99. ഇതൊക്കെയല്ലേ പാലിൻഡ്രോംസ്? ഇങ്ങനെ വായിച്ചാലും ഒരേപോലെ ഉള്ളതിനെയാണ് പാലിൻഡ്രോംസ് എന്ന് പറയാ. പാലിൻഡ്രോമിക് നമ്പേഴ്സ്. കിട്ടിയാ? 2 ഡിജിറ്റ് നമ്പേഴ്സ് അപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണ? 9 നമ്പേഴ്സ് അല്ലേ? എത്രയാണ് ഉത്തരം? ഒന്നിന്റെ ഉത്തരം എത്രയാണ്? 9 നമ്പേഴ്സ്. ഓക്കെ, കിട്ടിയാ? അടുത്തത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ? 3 ഡിജിറ്റ് എത്ര എണ്ണം വരും? അങ്ങനെ 3 ഡിജിറ്റ് നമ്പർ നോക്കാം. നമുക്ക് വേണ്ടത് 3 ഡിജിറ്റ് ആണ്. അപ്പൊ തന്നെ പെട്ടിക്കള്ളി വരയ്ക്കാം. നമുക്ക് വേണ്ടത് 3 ഡിജിറ്റ് ആണ്, 3 ഡിജിറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മള് 1, 2, 3, 4, 5, 6. സാർ തന്നെ ഇൻടാഗ് ഒന്ന് കളയോ? 7, 8, 9 ഒക്കെ എഴുതി. അപ്പൊ ഇവിടെ എത്ര എണ്ണം എഴുതാം? ഇവിടെ നമുക്ക് 9 എണ്ണം എഴുതാം. ഇവിടെ നമുക്ക് 9 നമ്പർ എഴുതാം. 0 എഴുതാൻ പറ്റും അവിടെ? 0 എഴുതി കഴിഞ്ഞാൽ അത് 3 ഡിജിറ്റ് മാറി 2 ഡിജിറ്റ് ആയി മാറും അല്ലേ? 3 ഡിജിറ്റ് മാറിയിട്ട് 2 ഡിജിറ്റ് ആയിട്ട് മാറും. ഇനി ഇപ്പുറത്തെ ഏതൊക്കെ എഴുതണം? ഏതൊക്കെ വരാം? ഏത് വേണമെങ്കിലും വരാം. 1 മുതൽ 0 വരില്ലേ? അവിടെ 0 നടുക്കിൽ എഴുതിക്കൂടെ? നമുക്ക് 0 എഴുതാലോ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. എത്ര നമ്പർ വന്നു? 10 നമ്പർ വന്നു. 10 നമ്പർ വന്നില്ലേ? കിട്ടിയോ നിങ്ങൾക്ക്? ഇങ്ങനെ എഴുതുമ്പോഴും ഒരേപോലെ വായിക്കണം, ഒരേപോലെ ആവണം. 101 അതേപോലെ അല്ലേ? 101, 202, 343 എന്നൊക്കെ പറയണത് അങ്ങോട്ട് എഴുതിയാൽ ഒരേപോലെ അല്ലേ? 434 എന്നൊക്കെ പറയുന്നത് അല്ലേ? ചെയ്യണം. അടുത്തത്, അപ്പോ ഇവിടെ എഴുതിയ അതേ സാധനം തന്നെയാണ് ഇപ്പുറത്ത് വരാൻ പാടുള്ളൂ അല്ലേ? ഫസ്റ്റ് നമ്മൾ എഴുതിയ അതേ സാധനം തന്നെയല്ലേ ലാസ്റ്റ് വരാൻ പാടുള്ളൂ? എന്നാലല്ലേ തിരിച്ചു വായിക്കുമ്പോ ഒരേപോലെ വരൂ. അപ്പൊ ഇവിടെ എഴുതിയ അതേ സാധനം എന്ന് പറയുമ്പോ ഇവിടെ 1 എഴുതി കഴിഞ്ഞാൽ ഇവിടെ അതേ 1 തന്നെ ആവണം അല്ലെ? വേറെ ഒരു നമ്പറും ആവാൻ പാടില്ലല്ലോ. അവിടെ 1 ആണ് എഴുതിയതെങ്കിൽ ഇപ്പുറത്ത് 1 തന്നെ ആവണം. അപ്പൊ അതിനുള്ള സാധ്യത എത്രയാ? ഇവിടെ 1 വരുള്ളൂ. അവിടെ ഒരു നമ്പറേ വരുള്ളൂ. കാരണം അത് ഓൾറെഡി മുമ്പിലുള്ള നമ്പറാണ്. അതുകൊണ്ട് അവിടെ 1 വരുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാ പഠിച്ചേക്കണേ? 9 × 10 × 1 എത്ര കിട്ടി? 9 × 10 90. 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. എങ്ങനത്തെ?
പാലിൻഡ്രോമിക് ആയിട്ട്. ഇങ്ങനെ എഴുതിയാലും ഇപ്പറ എഴുതിയാലും ഒരേപോലെ വരുന്ന 90 എണ്ണം ഉണ്ട്. 90 എന്തുണ്ട്? പാലിൻഡ്രോമിക് നമ്പേഴ്സ് ആണുള്ളത്. ഇനി അടുത്തത്, അങ്ങനെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? അപ്പൊ 2 ഡിജിറ്റ് എത്രയുണ്ട്? 9. 3 ഡിജിറ്റ് 90. 4 ഡിജിറ്റ് എത്ര ഉണ്ട് നോക്കാം. 4 ഡിജിറ്റ് എത്ര എണ്ണം ഉണ്ടാവും? എത്ര എണ്ണം ഉണ്ടാവും നോക്കി നിങ്ങള്. 4 ഡിജിറ്റ് ആണ്. അപ്പൊ നമ്മൾ 4 കള്ളി വരയ്ക്കണം. 4 കള്ളി വരച്ചു. ഇനി ഇവിടെ ഏതൊക്കെ എഴുതാം? 1 2 3 4 5 6 7 8 9 ഒക്കെ എഴുതാം. 0 ഒഴിച്ച് 9 വരെയുള്ള നമ്പേഴ്സ് എഴുതാം. അപ്പൊ ഇവിടെ 9 നമ്പേഴ്സ് എഴുതാം നമുക്ക്. 9 നമ്പേഴ്സ്. ഇനി ഇപ്പുറത്ത് 0 അടക്കം 0 തൊട്ട് 1 2 3 4 5 6 7 8 9 10 നമ്പർ ഇപ്പുറത്ത് എഴുതാം. ഇപ്പുറത്ത് 10 നമ്പർ എഴുതാം. ഇവിടെ എഴുതി അതേ നമ്പറല്ലേ ഇപ്പുറത്ത് എഴുതാൻ പാടുള്ളൂ. 4 തിരിച്ചു വായിക്കുമ്പോ ഒരേപോലെ വരുള്ളൂ. 2002 ആണെങ്കിൽ ഇതും സെയിം ആവണ്ടേ? 3113 ആണെങ്കിൽ ഇതും സെയിം ആവണ്ടേ? അപ്പൊ 2 എഴുതിയ അതേ സാധനം ഇപ്പുറത്ത് എഴുതാൻ പാടുള്ളൂ. ഇവിടെ 0 എഴുതി കഴിഞ്ഞാൽ ഇവിടെയും 0 തന്നെ എഴുതണം. അപ്പൊ അതിനുള്ള സാധ്യത 1 മാത്രമാണ്. ഇവിടെ എഴുതി അതേ സാധനം തന്നെ ഇപ്പുറത്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയും 1 തന്നെയാണ്. ഇവിടെ 1 എടുത്താൽ അവിടെ 1 വേണം. ഇവിടെ 2 എടുത്താൽ അവിടെ 2 എടുക്കണം. അപ്പൊ 9 × 10 × 1 × 1 എത്ര തന്നെയാണ്? 90 നമ്പേഴ്സ് തന്നെ. അതും എത്ര നമ്പേഴ്സ് ആണ്? 90 നമ്പേഴ്സ് ആണ്. 90 നമ്പേഴ്സ് ആണ്. കിട്ടിയോ? ക്ലിയർ ആയോ? സെറ്റായോ? എല്ലാരും ഇതൊന്ന് എഴുതിയെടുത്തേ. എല്ലാരും എഴുതിയെടുത്തേത് സാർ വിളിച്ചേ. നമ്മുടെ കുട്ടികളുടെ പേര് വിളിച്ചോളൂ ആദ്യം. ഇന്ന് നോട്ട് കാണിക്കേണ്ട കുട്ടികളുടെ പേരാണ്. എല്ലാരും എഴുതിയെടുത്തോളൂ. തമീസ്, പിന്നെ ചാരുബാല സുജിത്, തമീസ്, ദുവ മഹ്വീൻ, മുഹമ്മദ് അയാൻ, വേദാത്മിക AS, മുഹമ്മദ് അൻസാം, നിവേദ്, മുഹമ്മദ് ഷഹബാൻ. ഇവരാണ് ഇന്ന് നോട്ട് കാണിച്ചു തരേണ്ട ആൾക്കാർ കേട്ടാ. ഇന്ന് ആകെ 3 കണക്കേ എടുത്തിട്ടുള്ളൂ. ഇഷ്ടം പോലെ സമയം ഞാൻ PPT തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നോട്ട് എനിക്ക് കാണണം. ഒന്നും കൂടി പേര് പറഞ്ഞേ സാർ. ഇവരെല്ലാരും ഇവിടെ ഉള്ള ആൾക്കാരാണ്. ഇനി ലീവ് ചെയ്യരുത്. തമീസ്, ചാരുബാല, ദുവ മഹ്വീൻ, മുഹമ്മദ് അയാൻ, വേദാത്മിക AS, മുഹമ്മദ് അൻസാം, നിവേദ്, മുഹമ്മദ് ഷഹബാൻ. ഓക്കെ, ഡൺ. മനസ്സിലായില്ല? ഒന്നും കൂടി പറഞ്ഞുതരാം. ഇത് മനസ്സിലാവാത്തവരല്ലേ? ഒന്നും കൂടി. നിങ്ങളപ്പോ ആ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് മേടിച്ച് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്നാണ് അർത്ഥം. ഓരോ ക്ലാസ് കഴിയുമ്പോൾ അത് അന്നന്നത്തെ ക്ലിയർ ആക്കി പോകണമെന്ന് സാറ് പറയുന്നത് വെറുതെ അല്ല. അന്ന് അത് മനസ്സിലാവാത്തോണ്ടാണ് ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കേട്ടോ? ഒന്നും കൂടി സാറ് പറയാൻ പോവാണ്. ഒന്നും കൂടി സാറ് പറഞ്ഞുതരാം. എന്താണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താ? ഇങ്ങനെ വായിക്കുമ്പോഴും ഇങ്ങനെ വായിക്കുമ്പോഴും ഒരേപോലെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയാ. 101, 20. ആ വേദാത്മിക എന്താ ഇഷ്യൂ? വേദാത്മികനെ ഒന്ന് വിളിച്ച സാർ. വേദാത്മികയുടെ കൈ എപ്പോഴും പൊന്തിയിട്ടിരിക്കുള്ളൂ. ആ കൈ ഇന്നേ വരെ താന്ന് ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞ വേദാത്മിക സാർ ഒന്ന് വിളിച്ചേ. എന്തോ വേഗം എഴുതിയിരുത്തേ. പേരാരാ സാർ? എഡ്ന. ആ വേണം. സമ്മും ഡിഫറൻസും ഉണ്ട് കേട്ടാ. പ്ലസ് ചെയ്യാൻ ആരാ പറഞ്ഞേ? ഹോംവർക്ക് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഇരുന്ന് ചെയ്യുന്ന വർക്കിനെയാ ഹോംവർക്ക് എന്ന് പറയാ. ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ അത് ചെയ്യേണ്ടത്. അപ്പൊ ബാക്കി എടുത്തത് മനസ്സിലാവോ കുട്ടാ? ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിരുന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞാ പിന്നെ ആ ഒരു ചെറിയ സമയം കൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്ത് വന്നു. ഓക്കെ ഡിഫറൻസും ചെയ്യണം കേട്ടാ. ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അതൊക്കെ. ക്ലാസ് ഇരിക്കുമ്പോ ചെയ്യണ്ട. അടുത്ത ആരാ സാർ? ഹംദാൻ. ആ ഏത്
ഗൂഗിൾ ഷീറ്റ്. ഏതാ, ഈ കണക്കാണോ അടുത്ത കണക്കാണോ? ഇത് കഴിഞ്ഞ പറഞ്ഞ കണക്കാണോ? ഗൂഗിൾ ഫോം. ആ, ഗൂഗിൾ ഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് കമന്റ് ബോക്സിൽ ഉണ്ടല്ലോ. അതെ, ഇപ്പൊ വരും കേട്ടോ. കമന്റ് ബോക്സിൽ ഞാൻ ഇപ്പൊ ഇടാം കേട്ടാ. ആ, അടുത്ത ആളാരാ സാർ? അൻവേദ്യ. അൻവേദ്യ. ചെയ്യണോ ഗൂഗിൾ ഫോം? ആ, വേണം. അടുത്ത ആളാരാ സാർ? ഡൗട്ട് ഉള്ളവര് ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കൂട്ടോ, അല്ലാത്തവര് കമന്റ് ചെയ്താൽ മതി. ഇത് മനസ്സിലായ ഡൗട്ട് ഉള്ളവരെയാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പൊ ഇത്ര പേര് പറഞ്ഞാലും ഒരാൾ പോലും ഡൗട്ട് അല്ല പറയണത്, വേറെ എന്തൊക്കെയാണ് പറയുന്നത്. അജ്മി ഒന്നും സ്ഥലത്തേ ഇല്ല അല്ലെ? ശിവതീർത്ഥേ. ഹലോ, ശിവതീർത്ത് പറയുന്നത് എനിക്ക് ക്ലിയർ അല്ല കേട്ടോ. സൗണ്ട് ഭയങ്കര ലോ ആയിട്ടാ കാണുന്നത്. എന്താ കേൾക്കുന്നുണ്ടോ? സാറിന് കേൾക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യോ കൂട്ടാ. ഒന്നും കേൾക്കണില്ല സാറിന്, ഭയങ്കര ലോ ആയിട്ടാ കേൾക്കണം, ഒട്ടും കേൾക്കുന്നില്ല. അൻസാം. ഞാനീ കേറുമ്പോ കുറച്ച് ലേറ്റ് ആയില്ല. അപ്പൊ പക്ഷെ ആദ്യം കളിച്ചാന്നൊന്നും അറിയില്ല. പിന്നെ ഗൂഗിളിന് മറ്റേ അത് എവിടെയായിരുന്നു? മനസ്സിലായില്ല. എവിടെയായിരുന്നു? ഞാൻ എന്റെ ഉപ്പാന്റെ വീട്ടിലായിരുന്നു. ഗൂഗിൾ ക്ലാസ് മറ്റേ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യാം. മോന്റെ സ്കൂളിൽ മാത്സ് ഏത് ചാപ്റ്റർ എടുക്കണേന്നാണ് അതിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പൊ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്താ സബ്മിറ്റ് ആവണില്ല? അതായിട്ടുണ്ടാവൂടാ, അതായിട്ടുണ്ടാവൂട്ടാ. നീ സബ്മിറ്റ് കൊടുത്തിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അതായിട്ടുണ്ടാവൂട്ടാ. ഓക്കെ, ഈ റെക്കോർഡഡ് ക്ലാസിന്റെ ലിങ്ക് മേടിച്ച് കാണണം ട്ടാ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവരാണോ ഈ നിൽക്കുന്നേ? അങ്ങനെയാണെങ്കിൽ എല്ലാരും ഹാൻഡ് ഡൗൺ ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവരാണോ നിൽക്കുന്നതെങ്കിൽ എല്ലാരും ഹാൻഡ് ഡൗൺ ചെയ്തോ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോഴും ദേ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവരെ ഹാൻഡ് ഡൗൺ ചെയ്തോളൂ, പറഞ്ഞുതരാം. പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പേഴ്സ്, 3 ഡിജിറ്റ് നമ്പേഴ്സ്, 4 ഡിജിറ്റ് നമ്പേഴ്സ്. ഇത് നോക്കിയേ, അങ്ങോട്ട് എഴുതിയാലും ഇങ്ങോട്ട് എഴുതിയാലും ഒരേപോലെ വായിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയാ. ഒരേപോലെ വായിക്കുന്നത്, ബാക്കിലോട്ട് എഴുതിയാലും ഫ്രണ്ടിലോട്ട് എഴുതിയാലും. ഹിബ മറിയം പറ്റില്ലേ കുട്ടാ? കുറെ ക്ലാസ് എടുക്കാനുണ്ട് കേട്ടാ, ഇനി അത് കമന്റ് ചെയ്യണ്ട. അപ്പൊ 46,764 എന്ന് പറയുന്നത് അങ്ങോട്ട് എഴുതിയാലും ഇങ്ങോട്ട് എഴുതിയാലും ഒരേപോലെ അല്ലേ? അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയാ. അങ്ങനെ എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 11. അങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും ഒരേപോലെയല്ലേ വായിക്കുക അല്ലേ? 11, 1, 1, 1, 1 അങ്ങനെ തന്നെയല്ലേ വായിക്കുക. 22, 33, 44, 55, 66, 77, 88, 99 ഒക്കെ എന്താണ് അങ്ങോട്ട് എഴുതിയാലും ഇങ്ങോട്ട് എഴുതിയാലും ഒരേപോലെയല്ലേ വായിക്കുക, ഒരേപോലെയല്ലേ വായിക്കുക അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ അതിലെ. അപ്പൊ മൊത്തം എത്ര നമ്പർ ഉണ്ട്? എണ്ണിയേ. 2 ഡിജിറ്റ് ആണ്, 2 ഡിജിറ്റ് ആണ്. ഇവിടെ നമുക്ക് ഏതൊക്കെ എഴുതാം? 1, 2, 3, 4, 5, 6, 7, 8, 9 ഒക്കെ എഴുതാം. 9 നമ്പർ ഇവിടെ എഴുതാം. എഴുതിക്കൂടെ? 9 നമ്പർ ഫസ്റ്റ് പ്ലേസിൽ എഴുതാം. അതേ സെയിം നമ്പർ ആവണ്ടേ ഇപ്പുറത്തും? അതേ സെയിം നമ്പർ ആവണ്ടേ? ഇവിടെ 1 എഴുതിയതെങ്കിൽ ഇപ്പുറത്തും എത്ര എഴുതാൻ പാടുള്ളൂ? 1 എഴുതാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്രയാ ചാൻസ്? ഇവിടെ 1, ഒറ്റ നമ്പറേ വരുള്ളൂ. ഇവിടെ എഴുതിയ അതേ നമ്പറേ വരുള്ളൂ. അപ്പൊ എന്താ ചെയ്യണ്ടേ? 9 into 1 ചെയ്തു. 9 into 1 ചെയ്തു. എത്രയാ ഉത്തരം കിട്ടിയത്? 9 numbers. എത്രയാ? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ്? 9 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഇത് ക്ലിയർ അല്ലേ? ഇന്ന് തലയാട്ടിയെ നോക്കട്ടെ ഞാൻ. എല്ലാവർക്കും ഈ 2 ഡിജിറ്റ് നമ്പറിലെ പാലിൻഡ്രോമിക് ക്ലിയർ, ഓൾ സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 ഡിജിറ്റ് നമ്പർ നോക്കാം. 3 ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ 3 കള്ളിയാണ് വരയ്ക്കേണ്ടത്. 3 ഡിജിറ്റ് നമ്പർ ആണ്, 3 ഡിജിറ്റ് നമ്പർ ആണ്. ഇതിൽ എങ്ങനെയാണ് വരിക? ഇവിടെ നമുക്ക് ഫസ്റ്റ് പ്ലേസിൽ ഏതൊക്കെ എഴുതാം? 1, 2, 3, 4, 5, 6. താഴേക്ക് എഴുതണോ? ഇനി താഴേക്ക് എഴുതാ. ഇനി അത്ര ബുദ്ധിമുട്ടാണ്. ഇനി ഒന്നാമത്തെ പ്ലേസിൽ ആരൊക്കെ വരും? ആരൊക്കെയാണ് വരിക? 1 വരും,
2 വരും, 3 വരും, 4 വരും, 5, 6, 7, 8, 9. ഈ 3 എണ്ണാണ് ഫസ്റ്റ് പ്ലേസിൽ വരിക. ഹിബ മറീനിയ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഇത് നല്ല ചീത്ത കേൾക്കും കേട്ടോ. പാട്ട് പാടാൻ പറ്റില്ല കുട്ടാ, ഇത് ക്ലാസ് എടുക്കണ്ടേ എനിക്ക്, പിന്നെ ഒരു ദിവസം പാടാട്ടോ നമുക്ക്. അപ്പൊ അവിടെ എത്ര സംഖ്യ വരും? 9 സംഖ്യ വരും. വരുവോ? 9 നമ്പർ വരില്ലേ ഫസ്റ്റ് പ്ലേസില്? വരില്ലേ? മനസ്സിലായില്ലേ? അതൊന്നും തലയാട്ടിയേ. 9 നമ്പർ അവിടെ വരില്ലേ? വരും. 9 നമ്പർ വരില്ലേ അവിടെ? 1 തൊട്ട് 9 വരെയുള്ള നമ്പറുകളല്ലേ അവിടെ വരിക? ആണ്. അടുത്തത് ഇറ്റ്സ് 7:30. എനിക്കറിയാടാ. അടുത്തത് ഇപ്പുറത്തെ ഏതൊക്കെ വരും? 0 അടക്കം വരും. 101 പാലിൻഡ്രോം അല്ലേ? 202 പാലിൻഡ്രോം അല്ലേ? അപ്പൊ 0 വരും നടുക്കില്. 0 വരാം. അങ്ങോട്ട് എഴുതിയാൽ ഇങ്ങോട്ട് എഴുതിയാൽ ഒരേപോലെ തന്നെയല്ലേ വായിക്കണേ? 0 വരാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ വന്നൂടെ? ഏത് നമ്പർ വേണമെങ്കിലും വരാം. ഏത് നമ്പർ വേണമെങ്കിലും ഇപ്പുറത്ത് വരാം. അതെ, 111, 222, ഏത് നമ്പർ, സെയിം നമ്പർ വേണമെങ്കിൽ അങ്ങനെയും വരാം. വന്നു. അപ്പൊ നോക്കിയേ എത്ര നമ്പർ എഴുതാം? 10 നമ്പർ ഇപ്പുറത്ത് വരാം. 10 നമ്പർ ഇപ്പുറത്ത് വരാം. ഓക്കെ, ഇതുവരെ കിട്ടിയോ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? തലയാട്ടെ കിട്ടി. ഇനി അടുത്തത് ലാസ്റ്റില് ആരൊക്കെ വരുള്ളൂ? ഇവിടെ ഞാൻ 1 എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പുറത്ത് 1 തന്നെയല്ലേ എഴുതാൻ പറ്റുള്ളൂ. എന്നാലല്ലേ ഇങ്ങോട്ട് വരുമ്പോ ഒരേപോലെ വായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ 5 എഴുതിയതെങ്കിൽ എനിക്ക് ഇപ്പുറത്ത് 5 എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങോട്ട് വായിക്കാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ ഇവിടെ എത്ര നമ്പറേ വരൂ? അവിടെ എഴുതിയ ആ ഒരു ഒറ്റ നമ്പറേ വരൂ. ആ ഫസ്റ്റ് നമ്മൾ എഴുതിയ നമ്പർ ഏതാണോ ആ നമ്പർ മാത്രമാണ് അവസാനം വരുള്ളൂ. അപ്പൊ എത്ര നമ്പറേ വരുള്ളൂ? ഒരു നമ്പറേ ഇപ്പുറത്ത് വരുള്ളൂ. ഇവിടെ 1 ആണെങ്കിൽ അതേ സെയിം, അതുകൊണ്ടാണ് അവിടെ 1 കൊടുത്തത്. അപ്പൊ എത്രയാ? 9 × 10 × 1 എത്ര കിട്ടി? 90 നമ്പേഴ്സ് കിട്ടി. 90 3 ഡിജിറ്റ് നമ്പേഴ്സ്. 90 3 ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടി. ക്ലിയർ ആയോ? സെറ്റ് ആയോ? മനസ്സിലായോ? അടുത്തത് 4 ഡിജിറ്റ് നമ്പർ ആണ്. 4 ഡിജിറ്റ് നമ്പർ ആണ് അടുത്തത്. 4 ഡിജിറ്റ് ഉണ്ട്. 1, 2, 3, 4 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ പറഞ്ഞ പോലെ 1, 2, 3, 4, 5, 6, 7, 8, 9 ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ഒന്നാമത്തെ ഭാഗത്ത്, ഒന്നാമത്തെ പ്ലേസില് അത് നമ്മൾ എഴുതി. രണ്ടാമത്തെ പ്ലേസിൽ നേരത്തെ പറഞ്ഞ പോലെ 0 തൊട്ട് വരാലോ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 10 നമ്പർ ഇപ്പുറത്ത് വന്നില്ലേ? വന്നു. അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഇവിടെ 1, 0 ആണെങ്കിൽ ഇപ്പുറത്ത് 0, 1 ഇട്ടാലല്ലേ അതേപോലെ വായിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഇവിടെ എഴുതണ അതേ നമ്പർ വേണ്ട ഇപ്പുറത്ത് എഴുതാൻ. രണ്ടാമത് നമ്മൾ ഏത് നമ്പർ ആണോ എഴുതണത് അതേ നമ്പർ തന്നെ എന്ത് എഴുതണം? മൂന്നാമത് എഴുതണം. വേണ്ടേ? എന്നാലല്ലേ ഇങ്ങോട്ട് വരുമ്പോ ഒരേപോലെ വായിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് നമ്മൾ എഴുതിയ അതേ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സാധ്യതയല്ലേ വരുള്ളൂ? ഒറ്റൊരു നമ്പർ അല്ലേ? ഇവിടെ ഞാൻ 0 ആണെങ്കിൽ ഇവിടെ 0 തന്നെ എഴുതാൻ പറ്റുള്ളൂ. അവിടെ 1 ആണെങ്കിൽ എനിക്ക് 1 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അവസാനത്തെ നമ്പറിലും ആദ്യം നമ്മൾ എഴുതിയ നമ്പർ അതേപോലെ തന്നെയല്ലേ അവസാനം എഴുതാൻ പറ്റുള്ളൂ. ആദ്യം നമ്പർ ഏത് നമ്പർ ആണോ എഴുതിയത് അതേ നമ്പർ ആണ് അവസാനം എഴുതാൻ പറ്റുള്ളൂ. സോ ഇവിടെയും 1. അപ്പൊ മൊത്തം എത്ര സാധ്യത? 9 × 10 × 1 × 1 മൊത്തം എത്ര നമ്പർ കിട്ടി? 90 നമ്പേഴ്സ്. എത്ര നമ്പർ ആണ്? 90 നമ്പേഴ്സ്. ഇപ്പൊ കിട്ടിയാ? ഇപ്പൊ ക്ലിയർ ആയ എല്ലാവർക്കും? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? യെസ്. അപ്പൊ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോ ഡൗട്ട് ഉള്ളവരൊക്കെ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുക, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളുള്ള ആളുകളും ഇവിടെ നിൽക്കണം, ഒരാൾ പോലും ലീവ് ചെയ്യരുത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഡൗട്ട് ഉള്ളവർ സ്റ്റേ ബാക്ക് ചെയ്യുക, ഡൗട്ട് ഉള്ളവർ ഇവിടെ നിൽക്കുക, മറ്റേ നോട്ട് കാണിച്ചു തരുന്നവരും നിൽക്കുക. അപ്പൊ അത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ അടുത്ത ആഴ്ച ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ബൈ.